എന്നെ പറ്റി എനിക്ക് അച്ഛനെ എത്ര അറിയാവോ എന്ന് ചോദിക്കുന്നതിനെക്കാട്ടിലും എപ്പോഴും അമ്മ അമ്മ എനിക്ക് എന്തുമാത്രം അറിയാം അറിയാം. എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും എനിക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റും അതിനെപ്പറ്റി. ഓക്കെ, പറയൂ രാധി ചേച്ചിനെ കുറിച്ചും കൂടെ. അഗൈൻ അമ്മ സുരേഷ് ഏട്ടൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഈയിടെ കണ്ടപ്പോൾ സുരേഷ് ഏട്ടൻ ഇപ്പോൾ ഈ പൊളിറ്റിക്സും കൂടെ ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണത്. അപ്പോൾ ആ കല്യാണത്തിന്റെ സമയത്തും ഒക്കെ പറയുമ്പോൾ പറയും, എൻ്റെ വീട്ടിൽ ഒരു കാര്യവും എനിക്കറിയില്ല, എനിക്കൊന്നും അതെല്ലാം രാധികയാണ്, അവള് മാനേജ് ചെയ്യണതാണ്. അന്ന് സുരേഷ് ഏട്ടനും ഒരുപാട് പറയുന്നുണ്ടായിരുന്നു, രാധിക ചിത്ര മനോഹരമായിട്ട്, അതിപ്പം യു ജസ്റ്റ് സെഡ് ഇറ്റ്, അത് ഇത്ര മനോഹരമായിട്ട് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് രാധികേച്ചി എനിക്കിപ്പോൾ പേഴ്സണലി അറിയാൻ കൂടെ ചെയ്യാവുന്നത് കൊണ്ട് രാധികേച്ചിനെ കുറിച്ച് നമ്മൾ ഫ്യൂ വേർഡ്സ് പറയാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്, നമ്മുടെ അറിയാത്ത ഇവരും അറിയണം രാധികേച്ചിയുടെ ഇൻവോൾവ്മെന്റും നിങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നതിൻ്റെയും ആ ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു ബ്യൂട്ടിഫുൾ ലേഡി. പറയൂ. അമ്മയെ പറ്റി പറയുന്നതിന് മുന്നേ ഈ ഒരു ജനറേഷനിൽ എപ്പോഴും ഒരുപാട് പ്രാധാന്യം പോവാത്ത ഒരു കാര്യമുണ്ട്, സാക്രിഫൈസിങ് ഫോർ സമ്മൺ എൽസ്. ഒരു കല്യാണത്തിൽ മെയിൻലി ഒരു വിവാഹം നടക്കുമ്പോഴത്തേക്കും രണ്ടുപേർക്കും അവരുടേതായ റോൾസ് ഉണ്ട് ഒരു മാരേജ് സസ്റ്റെയിൻ ചെയ്യാൻ. സുരേഷ് ഗോപി വാസ് ദ പ്രൊവൈഡർ. ഹി വെന്റ് ഔട്ട്, സാക്രിഫൈസ്ഡ് എവറിത്തിങ് ടു പ്രൊവൈഡ്. അതേപോലെ പ്രൊവൈഡ് ചെയ്ത് കൊണ്ടുവരുന്ന സസ്റ്റെയിൻ ചെയ്യാൻ അതേപോലെ സാക്രിഫൈസ് ചെയ്ത ഒരാളാണ് രാധിക സുരേഷ്. അമ്മ എല്ലാ കാര്യം കൊണ്ടും സ്വന്തം മക്കൾക്ക് വേണ്ടി ജീവിതം മാറ്റി വെച്ച ഒരാളാണ് എല്ലാ രീതിയിലും. നമുക്കൊരിക്കലും അച്ഛന്റെ ഒരു പ്രസൻസ് അവിടെ മിസ്സിംഗ് ആണെന്ന് തോന്നിക്കാതിരിക്കാൻ അമ്മയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തിട്ടുണ്ട്. സോ സ്പീക്കിംഗ് അബൌട്ട് someone who sacrificed their own life for someone else, be it their own kids. പക്ഷെ ആ സാക്രിഫൈസ് ചെയ്യാന്ന് പറയുന്നത് ഈ ഒരു ജനറേഷൻ ഒരുപാട് കാണാറുണ്ടോ? എല്ലാവരും അവരുടെ കാര്യം നേടാൻ വേണ്ടി നടക്കുന്ന ഒരു ജനറേഷനിൽ ഞാൻ കണ്ടു വളർന്നത് എല്ലാം സാക്രിഫൈസ് ചെയ്ത് മക്കൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും നിൽക്കുന്ന എൻ്റെ അമ്മയാണ്. അതേപോലെ ഒരു സാക്രിഫൈസ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് ഒരാളുടെ മെന്റൽ സ്ട്രെങ്തിനെ മാത്രം കോംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ ഇഫ് there's anything about my resilience or mental strength or will to push forward, നേരത്തെ ചോദിച്ച പോലെ സിനിമയിൽ എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് അതിനൊരു ഉത്തരം തരാനോ അതേപോലെ ഒരു പെർസ്പെക്റ്റീവിൽ ആലോചിക്കാനോ ഉള്ള ശേഷിയും വിവരവും തന്നത് എൻ്റെ അമ്മ തന്നെയാണ്. ഓക്കെ, ബ്യൂട്ടിഫുൾ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ രാധികേച്ചി ഇപ്പം സുരേഷ് ഏട്ടന്റെ അപ്സും ഡൗണും ഈ ആ ഒരു ഫേസ് എല്ലാം കൂടെ നിന്ന് കണ്ടതാണ് അല്ലേ? നിങ്ങൾ അന്നേരം കുറച്ചും കൂടെ കിഡ്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇന്നിപ്പോ ആ ലെവലിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പൊ ഗോകുൽ മൂവിയിലേക്ക് എൻ്റർ ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ മാധവ് വരുന്നു, നിങ്ങളിപ്പോ ഇത്രയും വലിയ കുട്ടികളായി. അപ്പം അച്ഛന്റെ ഭാഗത്തു നിന്നുള്ള ഉപദേശം ഒബ്വിയസ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും അഡ്വൈസും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ടാവും. എന്നാലും അച്ഛന്റെ പ്ലസും മൈനസും കണ്ടു വളർന്ന എങ്ങനെയാണ് ഇതെന്നൊക്കെ കണ്ട ഒരു അമ്മയുണ്ടല്ലോ. അപ്പൊ അമ്മയുടെ വക എന്തൊരു അഡ്വൈസ് ആയിരുന്നു നിങ്ങൾക്ക് രണ്ടുപേർക്കും, ഗോകുലിനാണെങ്കിലും മാധവിനാണെങ്കിലും? വളരെ ഓണസ്റ്റ് ആയിട്ട് പറയാനാണെങ്കിൽ അമ്മയ്ക്ക് നമ്മൾ 4 മക്കളുടെയും അക്കാഡമിക് എക്സലൻസ് എന്ന് പറയത്തില്ല, അക്കാഡമിക് ക്വാളിഫിക്കേഷൻ നിർബന്ധമായിരുന്നു. നമ്മുടെ എഡ്യൂക്കേഷന് ഒരുപാട് പ്രാധാന്യം അമ്മയും അച്ഛനും നൽകിയിട്ടുണ്ട്. പക്ഷെ ആക്റ്റീവ്ലി വീട്ടിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന അമ്മ ആയതുകൊണ്ട് അമ്മ അത് നമ്മുടെ ഒരു കോറിൽ എൻഗ്രേവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും ഇപ്പോൾ മാസ്റ്റേഴ്സ് എടുത്ത് PhD ചെയ്ത ആൾക്കാരൊന്നും അല്ല. അക്കാഡമിക്കലി എല്ലാവരും അവരുടെ ബാച്ചിലേഴ്സ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുന്നവരാണ്. അമ്മയുടെ അടുത്ത് ഇന്ന് ചോദിക്കുകയാണ് മകനെ ആക്ടറായിട്ട് കാണണോ അതൊരു ഓഫീസിൽ ജോലി ചെയ്ത് കാണണോ, അമ്മ തീർച്ചയായിട്ടും ഓഫീസിൽ ജോലി ചെയ്യുന്നതേ പറയത്തുള്ളൂ. അതേപോലെ ഒരു കരിയറിന് അതിൻ്റെതായ ഒരു സ്റ്റെബിലിറ്റി ഉണ്ട്. ഐ കൻ ബി വെരി ഓണസ്റ്റ് അബൌട്ട് ദിസ് പ്രൊഫഷൻ. ഹൈലി കോമ്പറ്റീറ്റീവ് ആണ്. വേറൊരാളുടെ പെർസ്പെക്റ്റീവ് കൊണ്ട് പലപ്പോഴും സക്സസ്ഫുൾ ആവുന്ന ഇൻഡിവിജ്വൽസ് ഉള്ള ഒരു കരിയറാണ്. പ്രേക്ഷകരാണ് ആക്ടേഴ്സിനെയും സക്സസ്ഫുൾ ആക്ടേഴ്സിനെയും സൂപ്പർ സ്റ്റാർസിനെയും ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരാൾ എത്ര പണിയെടുത്താലും ആ പണി എങ്ങനെ ആൾക്കാർ സ്വീകരിക്കുന്നു അതിലൂടെ മാത്രമാണ് ഒരു കരിയറിന്റെ സക്സസ് ലെവലോ അല്ലെ ഒരു ഇൻഡിവിജ്വലിന്റെ സക്സസ് ലെവലോ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ആപ്ലിക്കബിൾ ആവുന്നത്. അങ്ങനെ വരുന്ന ഒരു സന്ദർഭത്തിൽ ഒരു പാരന്റ് ആൻഡ് ലൈക്ക് ബോത്ത് പാരന്റ്സ് എപ്പോഴും അവരുടെ മക്കള് ഒരു സ്റ്റേബിൾ കരിയർ, ഒരു സ്റ്റേബിൾ ലൈഫ് ലീഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹം കാണുമല്ലോ. അത് എന്നും പ്രയോറിറ്റൈസ് ചെയ്തിട്ടുള്ള ആളാണ് അമ്മ. ഓക്കെ. ഇനി സുരേഷ് ഏട്ടന്റെ എല്ലാ സിനിമകളും തന്നെ മാധവ് കണ്ടിട്ടുണ്ടാവില്ലേ? മിക്കതും 280 സിനിമ, 280 പ്ലസ് 286 മൂവീസും ഞാൻ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. കണ്ടിട്ടുണ്ട്, 100 സിനിമ കണ്ടിട്ടുണ്ടാവും. അതില് സുരേഷ് ഏട്ടന്റെ കൂടെ അഭിനയിച്ച ഏത് ഹീറോയിനായിരിക്കും മാധവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അല്ലെങ്കിൽ അച്ഛൻ ആരുടെ കൂടെ അഭിനയിക്കുന്നതാണ് നിങ്ങൾക്ക് ആ ഒരു കുറച്ചും കൂടെ ഇഷ്ടം തോന്നുന്നത്? എനിക്ക് പേഴ്സണലി അതിനെപ്പറ്റി ആലോചിക്കേണ്ട ആവശ്യം പോലും ഇല്ല. ആണോ?
പെർട്ടിക്കുലർ ഗംഗ, ശോഭന മാം. ശോഭന മാം എൻ്റെ ഫേവറേറ്റ് ആക്ട്രസ് ആണ്. ഫീമെയിൽ ആക്ടർ എന്നുള്ള കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ വേൾഡ് സിനിമയിൽ തന്നെ എൻ്റെ ഫേവറേറ്റ് ആർട്ടിസ്റ്റ് ശോഭന മാം ആണ്. ഷീസ് എ ഡിഫറെന്റ് ലീഗ്. ശോഭന മാമിനെ പോലെ ഒരു പെർഫോമർ മലയാളത്തിൽ ഇതുവരെ കണ്ടിട്ടുമില്ല. അഗൈൻ ഇത് ഞാൻ പറയുമ്പോഴത്തേക്കും KPSC ലളിത മാം ആണെങ്കിലും കവിയൂർ പൊന്നമ്മ മാം ആണെങ്കിലും എൻ്റെ മുത്തശ്ശിയുണ്ട് ആറന്മുള പൊന്നമ്മ, ഇവരെ എല്ലാവരും ഡിസ്ക്രെഡിറ്റ് ചെയ്യുമല്ല. പക്ഷെ പല ഡൈനാമിക്കിലും പല രീതിയിലും പല ടൈപ്സ് ഓഫ് ക്യാരക്ടേഴ്സും എഫേർട്ട്ലെസ് ആയിട്ട് ഇത്ര പുൾ ഓഫ് ചെയ്തത് എനിക്ക് വേറൊരു പേരും ആലോചിക്കാൻ പറ്റത്തില്ല. ശോഭന മാം തന്നെയാണ്. മഞ്ജു ആന്റിയെ പറ്റി പറയാനാണെങ്കിലും മഞ്ജു വാര്യർ, ഷീസ് എൻ ഇൻക്രെഡിബിൾ ആക്ട്രസ് മഞ്ജു ആന്റി. പക്ഷെ ശോഭന മാം ഇസ് ഓൺ എ ഡിഫറെന്റ് ലീഗ്. സോ ഷീസ് ഇൻകംപാരബിൾ ഫോർ മീ. അച്ഛൻ്റെ പേരായിട്ട് പല സിനിമയിലും ശോഭന മാം വന്നിട്ടുണ്ട്. എനിക്കത് ആലോചിക്കുമ്പോ എന്റെ ഫേവറേറ്റ് ആക്ട്രസ് ആയിട്ട് എന്റെ അച്ഛൻ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു പെർസ്പെക്റ്റീവ് എന്റെ മനസ്സിലോട്ട് വരും. സോ ഇറ്റ്സ് വെരി ഈസി ആൻസർ ഫോർ മീ ദാറ്റ്. ഓക്കെ, ഇതിപ്പം സുരേഷന്റെ അമ്മയായിട്ട് കവിയൂർ പൊന്നമ്മ ചേച്ചിയും ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഇനി നമ്മുടെ സുരേഷ് ഏട്ടന്റെ നമ്മളൊരു മൈൽ സ്റ്റോൺ ഒരു ഫാൻസ് മീറ്റ് നടത്തിയിരുന്നു. സുരേഷ് ഗോപിയുടെ ഫാൻസ് മീറ്റ് എന്ന് പറഞ്ഞിട്ട് അന്ന് സുരേഷ് ഏട്ടന്റെ സർപ്രൈസ് കൊടുക്കാനായിട്ട് സുരേഷ് ഏട്ടന്റെ ഇതേപോലെ തന്നെ സിനിമയിലെ ഇപ്പൊ പറഞ്ഞൊരാളല്ല, വേറൊരു നായികയാണ്. അന്ന് സർപ്രൈസ് ആയിരുന്നു, അച്ഛൻ അറിയവേ ഇല്ലായിരുന്നു. സർപ്രൈസ് ആയിട്ട് അന്നൊരു നായികനെ നമ്മൾ കൊണ്ടുവന്നു. നമുക്ക് ആ ഒരു വീഡിയോ ക്ലിപ്പിംഗ് അതൊന്ന് കാണാം. ഹലോ. ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇത് കണ്ടിട്ടുണ്ട്. Hi dear. I can't get what you're saying. We are recording. We are on a show, and in fact we are. That's lovely, sir. Yeah. We were talking about. In fact, the anchor was asking me about 2 films. My name? Suresh Gopi, sir. മനസ്സിലായി. ഓ മാം, സോ ഹാപ്പി ആക്ച്വലി. മാമിനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന പോലെ നമ്മൾ വിചാരിച്ചില്ല. That's Meera. Anchor person. Okay. Connect ആയി സർ. Connect ആയി and so happy actually. Hi, sir. How are you doing? How are you doing? പ്ലിങ് ആയെന്ന് പറഞ്ഞ പോലെ സുരേഷ് ഏട്ടാ എല്ലാവരും കൂടി എനിക്കിട്ട് പണിഞ്ഞതാണ്. ഞാൻ എന്തിനാ ഈ സുന്ദരപുരുഷന്റെ കാര്യം സംസാരിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ? യെസ്. It's been so long. സുന്ദരപുരുഷൻ മാത്രമല്ലല്ലോ, അല്ല ലേലം. അതെ, ലേലമായിരുന്നു ആ എന്തൊരു ഹിറ്റ് മൂവി ആയിരുന്നു അല്ലേ ആ ഒരു സമയത്ത്. ലേലം എന്ന് പറയുമ്പോഴത്തേക്കും അഗൈൻ എനിക്ക് ഒരു ഇന്റർവ്യൂല് വന്നൊരു ചോദ്യമായിരുന്നു, അച്ഛന്റെ ഏത് ക്യാരക്ടർ ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. ലേലമാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെ? ലേലം ആൻഡ് വാഴുന്നൂർ. ബിക്കോസ് അഗൈൻ ഓൾറൗണ്ട് പാക്കേജസ് ആയി ഈ 2 ക്യാരക്ടേഴ്സും, ചാക്കോച്ചി ആയാലും കുട്ടപ്പയാണെങ്കിലും. അതെ, എന്റെ ബ്രദറിനും അതെ. എന്റെ ബ്രദർ ഈ 2 മൂവിയും എത്ര തവണ കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അറിയില്ല. എത്രയോ തവണ. ആക്ഷൻ ഉണ്ട്, ഇമോഷണൽ സീൻസിന് ഇമോഷൻസ് ഉണ്ട്, ദേഷ്യത്തിന് ദേഷ്യമുണ്ട്, സന്തോഷത്തിന് സന്തോഷമുണ്ട്, കോമഡിക്ക് കോമഡി ഉണ്ട്, റൊമാൻസിന് റൊമാൻസ് ഉണ്ട്, എല്ലാം ഉണ്ട് ഈ 2 സിനിമയിലും. നല്ലൊരു ഫാമിലി മൂവി അല്ലേ? അപ്പൊ എനിക്ക് ചോദ്യത്തിന് ഉത്തരം കൊടുത്തത് ഈ 2 സിനിമയായിരുന്നു. ഈ ഒരു ജനറേഷനില് ആപ്ലിക്കബിൾ ആയ ഒരു സ്റ്റോറി ആർക്കെങ്കിലും ക്രിയേറ്റ് ചെയ്യാമെങ്കിൽ ഈ പ്രായത്തിൽ എനിക്ക് പറ്റത്തില്ല. ചാക്കോച്ചിയായാലും കുട്ടപ്പയായാലും 24 വയസ്സുകാരന് പുൾ ഓഫ് ചെയ്യാൻ പറ്റില്ല. എന്റെ ഒരു 30-40 വയസ്സിൽ ആ സമയത്ത് ആർക്കെങ്കിലും അത് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാധവ് സുരേഷ് is waiting for your casting call. മാധവ് സുരേഷ് ഇവിടെ മനസ്സ് തുറന്ന് അത് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമുക്ക് 24 വയസ്സാണ്. ഇപ്പൊ മേക്കപ്പിൽ എന്തൊക്കെയാണ് മാധവ് ചെയ്യാൻ പറ്റുന്നത്? 1 ഇയർ തന്നെ സാധനം റെഡി ആയിട്ട് വരട്ടെ. നമുക്ക് മേക്കപ്പിലൂടെ നമുക്കത് റെഡിയാക്കാമല്ലോ. എങ്ങനെ വേണേലും പ്രായമുള്ള ആളാക്കാം, എങ്ങായിട്ടുള്ള ഇതാക്കാം, എല്ലാം നമ്മളൊക്കെ അങ്ങോട്ടില്ലേ. പക്ഷെ ക്യാരക്ടർ ഡെവലപ്മെന്റിലും
ക്യാരക്ടർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടൊരു സീൻ പുൾ ഓഫ് ചെയ്യുന്നതും ആർട്ടിഫിഷ്യൽ ആയിട്ടൊരു സീൻ പുൾ ഓഫ് ചെയ്യുന്നതിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പക്ഷെ ഇത്രയും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന സ്ഥിതിക്ക് അത് ഓർഗാനിക്കലി തന്നെ അത് വരും. ഓർഗാനിക്കലി തന്നെ വരേണ്ടതാണ്. അത് വന്നാൽ രണ്ട് കൈകൊണ്ടും ഞാൻ സ്വീകരിക്കും. ബ്യൂട്ടിഫുൾ. അപ്പൊ അത് ആരെങ്കിലും ഒക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ മാധവ് അത് പറഞ്ഞു കഴിഞ്ഞു. സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഏജ് ആണ്. ക്രിയേറ്റീവ് കണ്ടന്റ് ചെയ്യുന്നവർക്ക് ഒരുപാട് പ്രോത്സാഹനം നൽകുന്ന ഒരു എൻവയൺമെന്റ് ആണത്. ഞാനും വെയിറ്റ് ചെയ്തിരിക്കുക, ഇന്ന് തന്നെ ചെയ്തു. മലയാളത്തിന്റെ മാതൃകാ ദമ്പതികളാണ് സുരേഷ് ഗോപിയും രാധികയും. 1990 ഫെബ്രുവരി 8-നായിരുന്നു ഇവരുടെ വിവാഹം. ഗോകുൽ സുരേഷ്, ഭാഗ്യ സുരേഷ്, ഭാവനി സുരേഷ്, മാധവ് സുരേഷ് എന്നിവർ മക്കളാണ്. 34 വർഷങ്ങളാണ് ഇവർ ഒന്നിച്ച് ജീവിച്ചിട്ടുള്ളത്. അച്ഛൻ ഗോപിനാഥൻ പിള്ളയും അമ്മ വി ജ്ഞാനലക്ഷ്മിയും ചേർന്നാണ് രാധികയെ തനിക്ക് വേണ്ടി വിവാഹം ആലോചിക്കുന്നതെന്നും വിവാഹ നിശ്ചയം കഴിഞ്ഞതിനു ശേഷമാണ് താനും രാധികയും തമ്മിൽ കാണുന്നതെന്നും സുരേഷ് ഗോപി മുൻപ് പറഞ്ഞിരുന്നു.